കുറഞ്ഞ പ്രോത്സാഹനമാണ്. ഒരു കൈകടി കൊടുക്കാം നമുക്ക് നമ്മുടെ നാടിന്. താങ്ക് യു. അപ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള ഈ സമ്മാനം ഇവിടെ നൽകുകയാണ്. ഇതാണ് ആ സമ്മാനം. ഇതിന് വിലയില്ലേ? ചുമ്മാ എന്നാ കടലിനെ തരൂ. ഇവിടെ നൽകുന്ന സമ്മാനത്തിന്റെ വിലയോ വലിപ്പമോ ഒന്നുമല്ല. അതിലുപരി ഐശ്വര്യമുള്ള ഈ വേദിയിൽ കയറി നിൽക്കാൻ കിട്ടിയ ഭാഗ്യത്തെ നിങ്ങൾ സമ്മാനമായി കരുതും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ കൊച്ചു വലിയ സമ്മാനം നമ്മുടെ പ്രിയപ്പെട്ട ജിതേഷ് ഏട്ടൻ, നമുക്കറിയാം ഈ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ളൊരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നതിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് ഇതിന് ഇറങ്ങി നടക്കുമ്പോഴേ അറിയൂ. നമുക്ക് നോക്കുമ്പോൾ ഒരു ഉത്സവം നടത്തുന്നു, പക്ഷേ കുടുംബം ജീവിതമൊക്കെ മറന്നാണ് ഓരോ കമ്മിറ്റിക്കാരും നമ്മുടെ 5 അക്ഷരം കൊണ്ട് അവരെ പൂരിപ്പിച്ചിടും. കമ്മിറ്റിക്കാർ 5 അക്ഷരം കൊണ്ട് തീരും. പക്ഷേ അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഈ നാടിന് ഇത്രയും ദിവസം ഉത്സവം സമ്മാനിച്ചത്. അതുകൊണ്ട് കമ്മിറ്റിക്കാർക്ക് ഒരു കൈ കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ സമ്മാനം ആദ്യ കുടുംബത്തിന് നൽകുകയാണ്. അടുത്ത സമ്മാനം പ്രിയപ്പെട്ട സുദർശന മാഷ് നൽകുകയാണ്. അടുത്ത സമ്മാനം സുന്ദരൻ കുറുപ്പശ്ശേരി എന്ന മലയാള നാടകവേദിയിലെ അനിശ്ചിതനായ കലാകാരൻ. അദ്ദേഹത്തിന്റെ നാടകങ്ങൾ കണ്ട് നമ്മൾ കണ്ണു നിറഞ്ഞിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, പുഞ്ചിരിച്ചിട്ടുണ്ട്, കയ്യടിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സുന്ദരൻ കുറുപ്പശ്ശേരി സമ്മാനം നമ്മുടെ സുഹൃത്താണത്. ഓക്കെ, എന്തായാലും വേദിയിലെത്തിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ജോഷി ചങ്ങനാശ്ശേരി 1-2 താരങ്ങൾ, സമയം കുറച്ചുകൊണ്ട് ഏറ്റവും കുറച്ച് താരങ്ങൾ മാത്രമാണ് അനുകരിക്കുന്നത്. ജോഷി ആദ്യം അനുകരിക്കുന്ന താരം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് 2 താരങ്ങൾ അനുകരിക്കുന്നത് കേൾക്കാം. ഏത് താരമാണ് അനുകരിക്കുന്നത്? നമ്മുടെ മലയാളത്തിന്റെ കുഞ്ഞിക്ക ദുൽഖർ സൽമാന്റെ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ ദുൽഖർ സൽമാൻ എന്ന താരത്തിന്റെ ശബ്ദാനുകരണവുമായി പ്രിയപ്പെട്ട ജോഷി ചങ്ങനാശ്ശേരി. ഞാൻ പഠിച്ച എംപിയെന്നല്ലേ ഷെഫിന്റെ ജോലിയാണ്. ഉപ്പുപ്പാന്റെ കാര്യത്തിൽ മാത്രമേ സംശയം. കഥയെന്ന ഉപ്പ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞ അതിനകത്തുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. മൈ കോൺഫിഡൻസ് എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഉപ്പ നല്ല പറഞ്ഞാലും പറയില്ലെന്ന് ഉപ്പ ഈ ഞാൻ പറഞ്ഞാലും പറയില്ലായിരുന്നു. നമ്മുടെ ചോക്ലേറ്റ് നായൻ പൃഥ്വിരാജിന്റെ ചോക്ലേറ്റ് എന്ന സിനിമയിൽ ചോക്ലേറ്റ് എന്ന ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ സൂപ്പർ ഡയലോഗ്. ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതാടി കരുതിയെ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞ് പോയാൽ ഈ റമണൻ കെട്ടി തൂങ്ങിക്കണ മാറുമോ? അത് വളരെ ഇപ്പൊ എന്റെ ഈ കഴുത്തിലൊരു കുരുക്ക് വീട് തുടങ്ങി. അതിന്റെ മറ്റേ നെയ്യ് ഉണ്ടാവും മോളെ. ചാവാനാണെങ്കിലും ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും എവിടെ ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്. ഒരു കാര്യത്തെ കുറിച്ച് നമ്മുടെ ഇന്ദ്രൻസ് ഏട്ടന്റെ ഹോം എന്ന സിനിമ, ഹോം എന്ന ചിത്രമായപ്പോൾ ഇന്ദ്രൻസ് എന്ന നടന്റെ ശബ്ദത്തിൽ ഒരു പ്രത്യേക ഇരുത്തം വന്നു. ആ ചിത്രത്തിലെ ഇന്ദ്രൻസിന്റെ സൂപ്പർ ഡയലോഗ്. നിന്റെ അമ്മ അവിടെ കിടന്ന് തുള്ളുന്നു. എന്തുവാണ് മക്കളെ പ്രശ്നം? അപ്പച്ചനിപ്പോ ആരോടും ഒന്നും മിണ്ടാറില്ല. കുട്ടിയമ്മോ, നമ്മുടെ മക്കളൊക്കെ പ്രായമായി കഴിയുമ്പോ നമ്മളോട് നല്ല ദേഷ്യമൊക്കെ ആയിരിക്കും. നമ്മുടെ ചാൾസ് ടാങ്ക് പൊട്ടിയതെല്ലാം ഒരു സ്റ്റോറിലാക്കി ഇൻഷലിട്ട് ഇട്ടേക്ക് വന്നു. ഇപ്പോഴത്തെ പിള്ളേർ ഓരോ കാര്യമേ. മക്കൾ ഇനി കയറി വാ, എന്റെ കഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ന് നിന്റെ മൊയ്തീൻ ചിത്രത്തിലെ ഡയലോഗ്, പൃഥ്വിരാജിന്റെ സൂപ്പർ ഡ്യൂപ്പർ ഡയലോഗ്. ഇവിടെ കരപിടിച്ച് നടന്നു അറബിക്കടൽ. അതിനി എത്ര കടവ ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിപ്പുഴ അറബിക്കൽ എത്തുക തന്നെ ചെയ്യും. ഈ ഇരവഴി അറബിക്കലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ള. ഇത് മൊയ്തീന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ജോഷി, ഈ ഡയലോഗ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ ഇന്ദ്രജിത്താണ് മൊയ്തീൻ എന്ന ചിത്രത്തിൽ നായകനായിട്ട് അഭിനയിച്ചെങ്കിൽ എങ്ങനെ ഈ ഡയലോഗ് ഇന്ദ്രജിത്ത് പറയും? ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇന്ദ്രജിത്ത് ഇന്ന് ഈ പുഴയുടെ കര പിടിച്ചു തന്നാലേ